Hi guys, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ PC-യിൽ എങ്ങനെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാം. അതിനു വേണ്ടിയിട്ടുള്ള രണ്ട് രീതികൾ, ഏറ്റവും ഈസി ആയിട്ടുള്ള രണ്ട് രീതികൾ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമുക്കൊരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ടൈം ആൻഡ് ലാംഗ്വേജ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അത് സെലക്ട് ആയതിനു ശേഷം നമുക്ക് വരുന്ന ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഇടതു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ലാംഗ്വേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായിട്ട് ഇംഗ്ലീഷ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അതിൻ്റെ താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജുകൾ ഏതൊക്കെയാണോ, ഇപ്പോൾ ഞാൻ ഓൾറെഡി മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളവും അതുപോലെ തന്നെ ഇംഗ്ലീഷും നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് മറ്റു ലാംഗ്വേജാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ ആഡ് ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ സപ്പോസ് ഇപ്പോൾ നമുക്ക് മലയാളമാണ് വേണ്ടതെങ്കിൽ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് മലയാളം കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, പിന്നീട് ആ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യുക. പിന്നീട് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അത് നമുക്ക് ടൈപ്പ് ചെയ്യുന്നത്, മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കിവിടെ നോക്കാം. അതിനായി ആദ്യമായി ഒരു വിൻഡോസ് വേർഡ് ഫയൽ ഒരു പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുക. പിന്നീട് നമുക്ക് അതിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മെത്തഡോളജി എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഫോണ്ട് ചെറുതാണ്, നമുക്ക് അല്പം കൂടി ഫോണ്ട് വലുതാക്കി കൊടുക്കാം. നമുക്ക് കാണാൻ സാധിക്കും ഫോണ്ട് വലുതായി കഴിഞ്ഞാൽ. പിന്നീട് അതിന് ശേഷം ഇപ്പോൾ അത് സെറ്റിംഗ് കിടക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. നമുക്ക് ഇംഗ്ലീഷിലൊന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ കേരളം എന്ന് ടൈപ്പ് ചെയ്തു. പിന്നീട് ഇതേ വാക്ക് ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ ഇംഗ്ലീഷ് എന്നുള്ളത് മലയാളത്തിലേക്ക് ചേഞ്ച് ചെയ്തു. പിന്നീട് മലയാളം ടൈപ്പ് ചെയ്യേണ്ടതിന് ആവശ്യമായുള്ള ഫോണ്ട് കീവേഡ്സ് നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആയിരിക്കും. അതായത് ഓരോ അക്ഷരത്തിനും ഏത് ഇംഗ്ലീഷ് ലെറ്ററാണ് ഉപയോഗിക്കേണ്ടത് അതെടുത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കേരളം എന്ന് മലയാളത്തിലും ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഒരു രീതി, നമ്മൾ PC-യിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഒരു രീതി. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഗൂഗിൾ ക്രോമിൽ പോയതിന് ശേഷം അവിടെ മംഗ്ലീഷ് കീബോർഡ് ഫോർ PC എന്ന് സെർച്ച് ചെയ്യുക. അതിനായി ആദ്യം മലയാളം എന്നുള്ളത് ഇംഗ്ലീഷിലേക്ക് നമ്മൾ ലാംഗ്വേജ് ചേഞ്ച് ചെയ്തു. പിന്നീട് ഗൂഗിൾ ക്രോമിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം മംഗ്ലീഷ് കീബോർഡ് ഫോർ PC. ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുള്ളതിൽ മംഗ്ലീഷ് ടു മലയാളം കൺവേർട്ടർ ടൂൾ എന്നുള്ള ഭാഗം അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അതായത് സ്മാർട്ട് വെബ് എന്ന് പറയുന്ന ഒരു പേജിൻ്റെ ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പേജിൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ബോക്സ് നമുക്ക് കാണാം. ഈ ഭാഗത്ത് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ ടൈപ്പ് ചെയ്യേണ്ട വാക്ക് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സപ്പോസ് ഇപ്പോൾ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നു അറിവ് എന്നുള്ള ഒരു വാക്ക്, അതുപോലെ തന്നെ വളരാം എന്നുള്ളൊരു വാക്ക് ഞാൻ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം സ്പേസ് ബാർ അടിക്കുമ്പോൾ നമുക്ക് കാണാം അത് ഡയറക്റ്റ് മലയാളത്തിലേക്ക് കൺവേർട്ടായിരിക്കുന്നു. പിന്നീട് ഈ ഭാഗം സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ഇത് പേസ്റ്റ് ചെയ്യേണ്ടത്, സപ്പോസ് ഇപ്പോൾ നമുക്കൊരു വേർഡ് ഫയലിലാണ് ഇത് പേസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആ വേർഡ് ഫയൽ ഓപ്പൺ ചെയ്ത് ആ ഭാഗത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ നമുക്ക് ആവശ്യമായുള്ള പേജിൽ മലയാളം ടൈപ്പായി വന്നിരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക.